നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രം ഏതാണ്? വല്ലാത്തൊരു ചോദ്യമാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട മന്ത്രം ഏതാണ്? എല്ലാ മന്ത്രങ്ങളും ഭഗവാനിൽ എത്തിച്ചേരുന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ, ആയിരക്കണക്കിന് നദികൾ കടലിൽ ഇങ്ങനെ എത്തിച്ചേരുക. കടലിൽ അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നദികൾ കടലായിട്ട് മാറുകയാണ്. പിന്നീട് അവിടെ നദിയില്ലല്ലോ. അതുപോലെ എല്ലാ മന്ത്രങ്ങളും ഭഗവാനിൽ എത്തിച്ചേർന്ന് ഭഗവത് സ്വരൂപമായിട്ട് മാറുന്നു. ഭഗവാൻ അതിൽ ഏത് മന്ത്രമാണ് ഇഷ്ടം? കടലിന് ഏത് നദിയോടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലത്തെ വല്ലാത്തൊരു ചോദ്യമാണ്. സുദർശന മന്ത്രത്തോടാണോ? രാജഗോപാല മന്ത്രത്തോടാണോ? ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തോടാണോ? അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രത്തോടാണോ? ക്ലീം കൃഷ്ണ ആ മന്ത്രത്തോടാണോ? കൃഷ്ണന്റെ ബീജാക്ഷരം ചേർന്ന മന്ത്രങ്ങളോടാണോ? അനവധി മന്ത്രങ്ങളുണ്ടല്ലോ ഭഗവാന്റെ, നമുക്കറിയാം. ഇതിലേത് മന്ത്രത്തോടാണ് ഭഗവാൻ ഇഷ്ടം? അപ്പോ അവിടെ ഒരു ചിന്ത വരും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ? ഭഗവാന്റെ ഹൃദയം എവിടെയാണോ, ഏത് വാചകത്തിൽ, ഏത് വാക്കിൽ, ഏത് പേരിൽ ആണോ ഭഗവാന്റെ ഹൃദയം ഉള്ളത്, ആ മന്ത്രം, ആ വാക്ക്, ആ പേര്, അതായിരിക്കും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രാധേ രാധേ എന്നാണ്. രാധയുടെ നാമമാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരം. പ്രേമാർപ്പണ മനോബുദ്ധിം ദേഹിമേ കരുണാനിധേ ശ്രീകൃഷ്ണ പരമാനന്ദ ദേഹിമേ തവ ദർശനം. പ്രേമാർപ്പണ മനോബുദ്ധി, പ്രേമത്താൽ അർപ്പിതമായ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിലയിൽ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രേമാർപ്പണ മനോബുദ്ധിയാൽ ഭഗവാനെ സാക്ഷാത്കരിച്ച ഭഗവാന്റെ കൂട്ടുകാരിയാണ് രാധ. രാധേശ്വരി, രാധാറാണി, രാസേശ്വരി, ഇങ്ങനെയുള്ള പല പേരുകളിൽ നമ്മൾ രാധാദേവിയെ നമ്മൾക്കറിയാം. ആ കഥയും വളരെ സുപരിചിതമാണ്. ഗീതാഗോവിന്ദത്തിൽ ജയദേവ മഹാകവി മനോഹരമായിട്ടാണ് അത് വർണ്ണിച്ചിട്ടുള്ളത്. രാധയും കൃഷ്ണനും വൃന്ദാവനവും യമുനയുടെ തീരവും എല്ലാം, ഗോകുലവും എല്ലാം നമുക്ക് സുപരിചിതമാണ്. പക്ഷേ രാധാനാമത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ രാധാനാമത്തോട് കൃഷ്ണൻ ഇത്ര ഇഷ്ടം എന്നും നമ്മൾ മനസ്സിലാക്കണം. രാധ ആരാണ്? ഒരുപക്ഷെ നമുക്ക് കേരളീയർക്ക് അത്ര സുപരിചിതമല്ല രാധാദേവിയുടെ കഥയും ഐതിഹ്യവും പ്രാധാന്യവും എല്ലാം. ശരിക്കു പറഞ്ഞ രാധാദേവിയെപ്പറ്റി, ആ രാസേശ്വരിയായ ദേവിയെപ്പറ്റി പറയാൻ തന്നെ ഭയമാണ്. എന്താ? ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ആയതുകൊണ്ട് രാധേ രാധേ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവത് സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആ തുളസിയുടെ സൗരഭം, ആ വേണുഗാനത്തിൻ്റെ മാധുര്യം, ആ ദിവ്യ ചന്ദന ചർച്ചിത വപുവിൻ്റെ സുഗന്ധം എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും രാധേ രാധേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. വൃന്ദാവനം മുഴുവനും
ഈ നാമമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ അവിടെ ഈ സൈക്കിൾ റിക്ഷ ഓട്ടോറിക്ഷ ഒക്കെ പോകുമ്പോൾ ചെറിയ റോഡുകളാണല്ലോ. അപ്പോൾ അതിന് സൈഡ് കൊടുക്കണമെങ്കിൽ തന്നെ അവർ രാധേ രാധേ എന്ന് വിളിച്ചു പറയും. ഒരു ഹോട്ടലിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ രാധേ രാധേ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയുള്ളൂ. അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ രാധേ രാധേ എന്ന് പറഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ. എല്ലാ ഭഗവാനെ നേദിക്കുമ്പോൾ രാധേ രാധേ എന്ന് പറയും. വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരി പോലും രാധേ രാധേ എന്നുള്ള മന്ത്രം ജപിക്കുന്നു. യമുനയുടെ പുളിനങ്ങളിൽ ഇപ്പോഴും രാധയും കൃഷ്ണനും ഓടി നടക്കുന്നു എന്നാണ് ഐതിഹ്യം. അനവധി സാധകർ, തപസ്സികൾ, ഭക്തർ എല്ലാവരും വൃന്ദാവനത്തിലെത്തി രാധേ രാധേ എന്ന് ഉറക്കെ ജപിച്ച് സാഫല്യം നേടുന്നു. മറ്റൊരു മന്ത്രത്തിനും ഇല്ലാത്ത ഒരു വശ്യത, മറ്റൊരു മന്ത്രത്തിനും ഇല്ലാത്ത ഒരു ആർദ്രത, മറ്റൊരു മന്ത്രത്തിനും ഇല്ലാത്ത ക്ഷിപ്രമായ ഫലസിദ്ധി രാധേ രാധേ എന്നുള്ള മന്ത്രത്തിനുണ്ട്. എന്താണ് അതിന് കാരണം? ഇപ്പോ രാധാദേവിയുടെ കഥ ഭാഗവതത്തിലില്ല. വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ രാധാദേവിയുടെ കഥ പരാമർശിച്ചിട്ടില്ല. ശ്രീശുക ബ്രഹ്മർഷിയുടെ ആ കഥാലാപനത്തിലും രാധ വരുന്നില്ല. മഹാഭാരതം വ്യാസഭഗവാൻ പറയുന്നു, ഗണപതി എഴുതുന്നു, അവിടെയും രാധ ഇല്ല. ഈ രാധാദേവി പിന്നെ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇവരാരും തന്നെ രാധാദേവിയെ പരാമർശിക്കാത്തത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ രാധാദേവിയെയും രാധാമന്ത്രത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം രാധയുടെയും കൃഷ്ണന്റെയും കഥ നാടോടികൾ, ഗ്രാമീണർ പാടി നടന്ന പാട്ടുകളിലാണ് പൊതുവായിട്ടുള്ളത്. വൃന്ദാവനത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ രാധയുടെയും കൃഷ്ണന്റെയും പേരുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. രാധാകുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും, രാധേശ്വര ക്ഷേത്രം ധാരാളം ഉണ്ട് അവിടെ. അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വാമൊഴിയായി ഈ ആട്ടിടയന്മാരുടെ പാട്ടുകളിലൂടെ, ഗീതാഗോവിന്ദത്തിലൂടെ, ചൈതന്യ മഹാപ്രഭുവിലൂടെ എല്ലാം ഈ കഥ ഇങ്ങനെ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുവാണ്. ഈ കഥ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് രാധയുടെ കഥ, രാധാദേവിയുടെ കഥ ഭാഗവതത്തിൽ വരാത്തത്? ഇവർക്ക് ഭാഗവതത്തിലുണ്ട്, അത് വേറെ. എന്നാലും സാക്ഷാൽ ഭാഗവതത്തിൽ എന്തുകൊണ്ടില്ല? കുബ്ജികയുടെ കഥ പോലും പറയുന്ന ശുകബ്രഹ്മർഷി എന്തുകൊണ്ടാണ് രാധാദേവിയുടെ കഥ പറയാത്തത്? അതിൻ്റെ ഉത്തരമാണ് രാധയുടെ പ്രാധാന്യം എന്ന് തോന്നുന്നു. കാരണം ഭാഗവതം മുഴുവനും കൃഷ്ണമയമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ തേടിയെത്തുന്ന ഭക്ത മനസ്സുകളുടെ കഥയാണ് ഭാഗവതം. രാധ ഭക്തന്മാരെല്ലാവരും തേടി വരുന്ന, സാക്ഷാൽ ബ്രഹ്മാവും ശിവനുമെല്ലാം തേടി വരുന്ന ആ ശ്രീകൃഷ്ണ പാദങ്ങൾ ആരെയാണോ തേടുന്നത്, ആരെയാണോ തേടി നടക്കുന്നത്, ആ കഥയാണ് രാധ. ഒരുപക്ഷെ രാധയുടെ കഥ പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ? അറിയില്ല. വല്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന വ്യാസഭഗവാൻ ഒരു മന്ദഹാസത്തോടെ രാധയുടെ കഥ മാറ്റിവെച്ചത്. രാധ കൃഷ്ണന്റെ ബാല്യകാല സഖിയാണ്, വൃന്ദാവനവാസിയാണ്. ഇതെല്ലാം നമുക്കറിയാം. രാധയുടെ ഭക്തി ഒരു വല്ലാത്ത തരം ഭക്തിയാണ്. കാരണം ശ്രീകൃഷ്ണൻ
ഒരു ഈശ്വരനാണെന്നുള്ള ഭാവത്തോടു കൂടിയല്ല രാധ ഭഗവാനെ സമീപിക്കുന്നത്. രാധ ഭഗവാനെ ശാസിക്കുന്നു, ഭഗവാനോട് പിണങ്ങുന്നു. ഭഗവാൻ തേടി നടക്കുമ്പോൾ രാധ ഒളിച്ചിരിക്കുന്നു. ചെറിയ ചെറിയ കുസൃതികൾ ഭഗവാൻ കാണിക്കുമ്പോൾ ഭഗവാനെ ശിക്ഷിക്കുന്നു. ഭഗവാനെ കൊണ്ട് തൻ്റെ പാദം തിരുമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് രാധാദേവി. സർവ ചരാചരങ്ങളും സകല ദേവന്മാരും മഹർഷിമാരും നാരദാദിമുനികളും എല്ലാം തേടി നടക്കുന്ന ആ ഭഗവത് പാദം രാധയെ തേടി നടക്കുന്നു. എന്താണ് അതിന് കാരണം? രാധ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മാവാണ്. ഭഗവാന്റെ ആത്മശക്തിയാണ് രാധ. അതുകൊണ്ട് തന്നെയാണ് രാധയെ തേടി ഭഗവാൻ ഇങ്ങനെ അലയുന്നത്. നമ്മൾക്കറിയാം, സാധാരണഗതിയിൽ ഇപ്പോൾ ദേവിയുടെ വിഷയത്തിൽ 3 ശക്തികളാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയായിട്ടുള്ള രാധ, ആ രാധയുടെ കാര്യത്തിൽ 5 ശക്തികളാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ആഹ്ലാദിനി എന്ന ഒരു ശക്തി, സംധിനി എന്ന മറ്റൊരു ശക്തി. ആഹ്ലാദിനിയാണ്. രാധയുടെ നാമം ശ്രവിച്ചാൽ ആഹ്ലാദമുണ്ടാവും. രാധയുടെ നാമം ശ്രവിച്ചാൽ ശ്രീകൃഷ്ണനും ആഹ്ലാദമുണ്ടാവും. ആഹ്ലാദമല്ല, ഭഗവാൻ പുളകിത ചാരുദേഹനാവും രാധയുടെ പേര് കേട്ട. അത്രയ്ക്ക് പ്രാധാന്യം രാധയ്ക്ക് വൃന്ദാവനത്തിലും ഗോകുലത്തിലും ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിലും ഉണ്ട്. അപ്പം ഈ രാധാമന്ത്രം നിങ്ങൾ അനവരതം ജപിക്കുന്നത് കൃഷ്ണന്റെ പ്രസാദത്തിന് വളരെ വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. കാരണം രാധയുടെ കഥയും ധാരാളമുണ്ട്. അതൊരു ചെറിയൊരു വീഡിയോയിൽ പറയാൻ കഴിയുന്നതല്ല. വേറെ ഒന്നിൽ രാധയുടെ കുറച്ച് കാര്യങ്ങളും കൂടി വേറെ പറയാം. അതവിടെ നിൽക്കട്ടെ. ഈ രാധയുടെ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറയാം. രാധ ഇപ്പോഴും കൃഷ്ണനെ വിളിക്കാറുള്ള ഒരു പേര് ശ്യാം എന്നാണ്, കറുത്തവനെ എന്നാണ്. രാധ വളരെ സുന്ദരിയാണ്, വെളുത്തതാണ്. കൃഷ്ണൻ കറുത്തതാണ്. അതുകൊണ്ട് തന്നെ ശ്യാം എന്ന് വിളിക്കും. അതുകൊണ്ടാണ് രാധാശ്യാം. രാധേ രാധേ ഗോപാലശ്യാം, രാധേ രാധേ ഗോവിന്ദശ്യാം, രാധേ രാധേ ഗോകുലശ്യാം, രാധേ രാധേ ശ്രീകൃഷ്ണശ്യാം. ഇങ്ങനെ ജപിക്കുന്നത് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തിന് വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ പറഞ്ഞ മന്ത്രം ധാരാളം ജപിക്കുക. നിങ്ങൾക്ക് അത്ഭുതമായിട്ടുള്ളൊരു ഫലസിദ്ധി ഇതിൽ നിന്ന് കിട്ടും. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ മന്ത്രമൊക്കെ ജപിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് യാതൊരു ഫലവും കിട്ടുന്നില്ലല്ലോ, എന്താണ് അതെന്ന്. വേറെ ചിലർ പറയും, ഞങ്ങൾ മന്ത്രം ജപിച്ചല്ലോ, വേഗം ഫലവും കിട്ടി, ഇങ്ങനെയും പറയും. എന്താണ് അതിൻ്റെ കാരണം? മന്ത്രം ജപിക്കുന്നതിന് മുൻപ്, ഏത് മന്ത്രജപത്തിന് മുമ്പും നാം ആർജിക്കേണ്ടതായ 2 ഗുണങ്ങളാണ് ഹൃദയശുദ്ധിയും ഭക്തിയും. ഹൃദയശുദ്ധി ഇല്ലാതെയും ഭക്തി ഇല്ലാതെയും മന്ത്രം ജപിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി ഒരു മന്ത്രം, ജോലി കിട്ടാൻ വേണ്ടി വേറൊരു മന്ത്രം, നമുക്ക് കുറച്ച് ധനസമ്പാദനത്തിന് വേറൊരു മന്ത്രം, കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേറൊരു മന്ത്രം, ഇങ്ങനെയൊക്കെ ധാരാളം മന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഏത് മന്ത്രം ജപിക്കുന്നതിന് മുൻപും ഹൃദയശുദ്ധിയും ഭക്തിയും വളരെ അത്യാവശ്യമാണ്. ആ ഹൃദയശുദ്ധിയും ആ ഭക്തിയും നേടിയെടുക്കാൻ ഈ പറഞ്ഞ മന്ത്രം നിങ്ങളെ സഹായിക്കും. എത്ര ജപിക്കാൻ കഴിയുമോ നിങ്ങൾ അത്രയും ജപിച്ചോളൂ. ആനന്ദകരമായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. നമ്മൾ പറയും,
രാസേശ്വരി രാധ കൃഷ്ണൻ്റെ പ്രണയിനിയാണ്. കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധം കാമുകി കാമുകന്മാരുടേതാണ്. പലപ്പോഴും കൃഷ്ണാവതാരം പൂർണ്ണാവതാരമാണ്. ആ പൂർണ്ണാവതാരമായതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ചോദ്യങ്ങളില്ല. ഭഗവാൻ ചെയ്യുന്നത് മുഴുവനും നമുക്ക് മനസ്സിലാവില്ല. കാരണം അത് ഭഗവാന്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ്, ബുദ്ധിയുടെ ഭാഷയല്ല. അതുകൊണ്ടാണ് രാസക്രീഡയും എല്ലാം ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത്. ഈ രാധാകൃഷ്ണ ബന്ധവും അതുപോലെയാണ്. ഈ ത്രൈലോക്യനാഥനായ ഭഗവാൻ രാധയുടെ പുറകെ ഓടി നടക്കുകയാണ്. ആ ഗോവർദ്ധനത്തെ ഉയർത്തിപ്പിടിച്ച ഭഗവാൻ, സുദർശന ചക്രത്തെ തൻ്റെ കയ്യിൽ ധരിക്കുന്ന ഭഗവാൻ രാധയോട് പറയുന്നു, ഞാൻ ഒന്ന് രാധയെ നിന്നെ ഒന്ന് തൊട്ടോട്ടെ, നീ എന്താ എന്നോട് മിണ്ടാതിരിക്കണം. ഇങ്ങനെ ധാരാളം വാക്കുകളും വചനങ്ങളും എല്ലാം രാധാകൃഷ്ണ സംവാദത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കൃഷ്ണഹൃദയം രാധയാണ്. രാധയുടെ നാമം കൃഷ്ണന് പ്രിയകരമാണ്. രാധയുടെ നാമം നമ്മുടെ ഹൃദയശുദ്ധിക്ക് വളരെ സഹായിക്കും. രാധാനാമം നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കും. കാരണം രാധ എന്ന ആ സങ്കല്പം, അല്ലെങ്കിൽ രാധേശ്വരി സങ്കല്പമല്ല, ഈശ്വരി തന്നെയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ ഹിമാലയത്തിലെ സന്യാസിമാരൊക്കെ ഓരോ ആശ്രമങ്ങളിൽ ചെന്ന് ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ സ്ഥലത്ത് ചെന്നിട്ടാണ് അവർ ചില കാര്യങ്ങളൊക്കെ പറയും. അത് നർമ്മദാ പരിക്രമം, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് സാധന അനുഷ്ഠിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് വൃന്ദാവനവും രാധാകുണ്ടും. ആത്മജ്ഞാനത്തിന് അതിവിശേഷമാണ് രാധാദേവിയുടെ ഭജനം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കഥയിൽ രാധ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. കൃഷ്ണൻ ഈശ്വരനാണെന്ന് രാധയ്ക്ക് അറിയില്ല. കൃഷ്ണനെ ശാസിക്കും രാധ, വഴക്ക് പറയും, ശണ്ട കൂടും, ശിക്ഷിക്കും, കാല് തിരുമ്മിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. കൃഷ്ണനാണെങ്കിലോ രാധയെ രാധയെന്ന് വിളിച്ച് ഇങ്ങനെ പുറകെ നടക്കും. കൃഷ്ണനെ കാണാതെ രാധ ഒളിച്ചിരിക്കും. വൃന്ദാവനത്തിൻ്റെ ആ വള്ളിക്കുഴലുകളെല്ലാം അവർ രാസലീലകളാണ്. ഇതെല്ലാം മാനുഷികമായ ഒരു കൽപ്പനകൾക്കപ്പുറം ഈശ്വരീയമായ ആത്മസാധനയുടെ ചില വലിയ തത്വങ്ങളിലൂടെയാണ് ഭഗവാൻ നമ്മളെ കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അനുഭൂതി 3 വിധമാണ്. ആത്മീയമായ അനുഭൂതി, ആത്മാനുഭൂതി, ബ്രഹ്മാനുഭൂതി, പ്രേമാനുഭൂതി. സാധാരണ മാനുഷികമായ പ്രേമത്തിൻ്റെ അനുഭൂതിയല്ല, ഈശ്വരീയമായ പ്രേമാനുഭൂതി. ആ പ്രേമാനുഭൂതിയാണ് ഉത്തുംഗമായ സാധനയുടെ ഒരവസ്ഥ. സ്വയം ശരീരം മറന്നുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഉറക്ക കരയുന്ന അതിൻ്റെ ഒരു അനുഭൂതി. ഭക്തമീരയെല്ലാം ആ വഴിയിലൂടെ പോയവരാണ്. ചൈതന്യ മഹാപ്രഭു അവരൊക്കെ അങ്ങനെ ഉറക്ക നാമം ജപിച്ച് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നവരാണ്. അതാണ് പ്രേമാനുഭൂതി. സാധനയുടെ ഒരു വലിയ തലമാണത്. ആ തലത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഈ രാധാമന്ത്രം കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് രാധാമന്ത്രം നിങ്ങൾ ജപിക്കുക. രാധയെപ്പറ്റി കുറച്ച് ആലോചിക്കുക. ആ വൃന്ദാവനത്തിലെ ബാല്യകാല സഖി ദ്വാരകയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. കൃഷ്ണൻ എന്ന രാജാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. പക്ഷേ കൃഷ്ണൻ എന്ന ആ ചക്രവർത്തി രാധയെ തേടി വൃന്ദാവനത്തിലെത്താറുണ്ട്. രാധയുടെ സമാധിയും അതുപോലെ തന്നെയാണ്. ഭഗവാന്റെ വേണുനാഥം ഭഗവാനോട് പറയുന്നു, കൃഷ്ണ, എനിക്ക് വേണ്ടി നീ ഈ ഒന്ന് ഓടക്കുഴലോട് നിന്റെ വേണുഗാനം ഞാൻ ശ്രവിക്കട്ടെ. ഭഗവാൻ അറിയാം രാധയുടെ സമയമായി എന്ന്. ഭഗവാൻ തൻ്റെ പുല്ലാങ്കുഴലെടുത്ത് ആ വേണുഗാനത്തിൽ ഊതുന്നു. ആ വേണുഗാനത്തിൽ അലിഞ്ഞു ചേർന്ന് രാധ ഈ ലോകം വെടിയുന്നു. രാധ സമാധിയാവുന്നു. ഭഗവാൻ കൃഷ്ണന്റെ നെഞ്ചോട് ചേർത്ത് കൈവച്ചാണ് രാധ സമാധിയാവുന്നത്. കാരണം കൃഷ്ണന്റെ വേണുഗാനം അല്ലെങ്കിൽ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് കൃഷ്ണന്റെ പ്രാണനാണ്. കൃഷ്ണന്റെ ശ്വാസമാണല്ലോ ആ മുളം തണ്ടിലൂടെ പോയി ഗാനമായി പുറത്തേക്ക് വരുന്നത്. കൃഷ്ണന്റെ പ്രാണനാണ് ആ വേണുഗാനം, ആ മുരളീ ശബ്ദം. രാധ അതായിരുന്നു.
അതുകൊണ്ടാണ് ആ മുരളീഗാനത്തിൽ തന്നെ ലയിച്ചു ചേർന്നത്. നാടോടികൾ പാടി നടക്കുന്ന ഒരു കഥയിലുണ്ട്. ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഭഗവാൻ ശരീരം വെടിയുമ്പോൾ ഒരേ ഒരു ആത്മാവാണ് മുകളിൽ നിന്ന് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി രാധാദേവി ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. രാധാദേവിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് ഭഗവാൻ പോയതെന്ന് പറയും. അത്ര പ്രാധാന്യമാണ് രാധാദേവിക്കുള്ളത്. ആ പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ കഥകളെക്കുറിച്ച് ധാരാളം ആട്ടിടയന്മാർ പാടി നടക്കുന്നു. അവിടെ വേദാന്തമില്ല, മന്ത്രമില്ല, വേദമില്ല, നിഷ്കളങ്കമായ ഭക്തി. രാധയ്ക്കറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് അഭിനയിച്ചു ഈ ഭഗവാന്റെ മഹാത്മ്യവും ഭഗവാന്റെ അവതാര ലീലകളുമെല്ലാം. എല്ലാവർക്കും ശ്രീകൃഷ്ണൻ പരമാത്മാവാണ്, ജഗദീശ്വരനാണ്, ജഗദ്ഗുരുവാണ്. രാധയ്ക്ക് അങ്ങനെയായിരുന്നില്ല. രാധയ്ക്ക് രാധയുടെ സ്വന്തം കൃഷ്ണൻ അങ്ങനെയായിരുന്നു. ആ ഒരു ഭാവത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിച്ചു. അപ്പോൾ ഏതൊക്കെ വഴികളിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്കറിയില്ല. അപാരമായ പ്രണയത്തിൻ്റെ, അപാരമായ ആ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ രാധ കൃഷ്ണനെ സാക്ഷാത്കരിച്ചു. ഈ നാടോടികളുടെ മറ്റൊരു പാട്ടിലുണ്ട്, എപ്പോഴെല്ലാം ഈ രാജഭരണത്തിൽ ഭഗവാൻ വല്ലാണ്ട് അസ്വസ്ഥനാകുമ്പോൾ, രാജഭരണമാണല്ലോ, ചക്രവർത്തിയാണ്, ധാരാളം യുദ്ധങ്ങൾ നടക്കുന്നു, ധാരാളം ശത്രുക്കളെ കൊല്ലണം, യുദ്ധങ്ങൾ നടക്കുന്നു, കൗരവ പാണ്ഡവ യുദ്ധം, ഇങ്ങനെയൊക്കെ ഭഗവാൻ ഒരുപാട് സങ്കീർണമായ അവസ്ഥയിൽ പോകുമ്പോൾ ഭഗവാൻ തൻ്റെ രഥത്തിലേറി വൃന്ദാവനത്തിലേക്ക് പോകും. അവിടെ ഈ രാധാറാണിയുടെ ആ കുടീരത്തിൽ, ആ സമാധി സ്ഥലത്ത് ഭഗവാൻ അവിടെ ചെന്നിരുന്ന് കരയും എന്നാണ് അവർ പറയുന്നത്. ആ കണ്ണീർ തുള്ളികൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണുനീർ തുള്ളികൾ ആ ശവകുടീരത്തിൽ വീഴുമ്പോൾ അതിൽ നിന്ന് കൃഷ്ണ കൃഷ്ണ എന്ന ശബ്ദം വരുന്ന അവരുടെ നാടൻ പാട്ടുകളിൽ അവർ പറയുന്നു. എത്ര സുന്ദരമായ ഭാവനയാണ്. അപ്പോൾ രാധേ എന്ന് വിളിച്ച് കൃഷ്ണനും കരയും എന്നാ പറയുക. വീണ്ടും ദീർഘനിശ്വാസത്തോടെ പുതിയ ശക്തി സംഭരിച്ചുകൊണ്ട് കൃഷ്ണൻ രഥത്തിലേറുകയാണ്. വീണ്ടും കൃഷ്ണന്റെ കർമ്മയോഗം പൂർത്തീകരിച്ച്, അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിയും. അപ്പോൾ എവിടെയാണ് കൃഷ്ണന്റെ കണ്ണുനീർ? എവിടെയാണ് കൃഷ്ണന്റെ ഹൃദയം മുഴുവനും രാധയ്ക്ക് വേണ്ടിയാണ് സ്പന്ദിക്കുന്നത്? അങ്ങനെയുള്ള രാധാനാമം ഉറക്കെ നിങ്ങൾ ജപിക്കുക. രാധേ എന്നുള്ള നാമം ജപിക്കുക. രാധേ ഗോപാലശ്യാം, രാധേ ഗോവിന്ദശ്യാം, രാധേ ഗോകുലശ്യാം, രാധേ ശ്രീകൃഷ്ണശ്യാം. ശ്യാം എന്ന പദം മറക്കരുത്. രാധ കൃഷ്ണനെ വിളിച്ചിരുന്ന പദമാണ് ശ്യാം. രാധേ എന്നാണ് കൃഷ്ണ വിളിച്ചിരുന്നത്. ഗോകുലവും ഗോവിന്ദനും ശ്രീകൃഷ്ണനും, ഗോകുലമാണ് വൃന്ദാവനം, ഗോക്കൾ എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനാമവും. ഗോകുലവും ഗോവിന്ദനും രാധയും ശ്യാമവർണ്ണനും എല്ലാം ചേരുമ്പോൾ ഈ ചെറിയ ഒരു 4 വരി മന്ത്രത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തത്വവും സത്യവും പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നു. ഈ മന്ത്രജപം നിങ്ങളെ ഒരുപാട് ആത്മീയമായ ഉന്നതിയിലേക്ക് ഉയർത്തും. ധാരാളം നിങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിക്കും. ദുഃഖത്തിൽ നിന്നും വളരെയധികം നിങ്ങളെ മോചിപ്പിക്കുന്ന അത്ഭുതമായ മന്ത്രമാണ് ഇത്. രാധേ എന്ന് ഉറക്കെ ജപിക്കുക. നമസ്കാരം.